എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹെൽത്തി സ്മൂത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്നൊരു കാർഡമം ഫ്ലേവറും ഒന്നൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലുമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഞാനൊരു മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള സ്മൂത്തിയാണെന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ധാരാളം വൈറ്റമിൻസ് മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് സ്വീറ്റ് പൊട്ടറ്റോയിൽ. അപ്പോൾ ഡെയിലി ഓരോ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ എന്നും ഒരേ രീതിയിൽ കഴിക്കുന്നതിന് പകരമായിട്ട് ഇന്ന് നമ്മൾ സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം വേവിച്ചെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ വേവിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുന്നത്. ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ഓറഞ്ച് കളറിലാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇരിക്കുന്നത്. ചില സമയത്ത് വൈറ്റ് കളറിലുള്ളതും കിട്ടാറുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിനെ 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് വേവിച്ചെടുക്കുന്നത്. ഡയറക്റ്റായിട്ട് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ വൈറ്റമിൻസ് വെള്ളത്തിൽ ചേർന്ന് പോവുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട ശേഷം കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സ്റ്റീം ചെയ്തിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിത് സ്റ്റവിൽ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ടൊരു പാത്രം വെച്ചൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. കുക്കറിൽ വേവിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റീമറിലും വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനത്തെ 2 വിസിലൊക്കെ വന്ന ശേഷം ഒരു അരമണിക്കൂർ നേരം തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചൂടൊക്കെ ആറിയത് കൊണ്ട് തന്നെ നമുക്കത് ഇതുപോലെ രീതിയിൽ എടുക്കാം. നന്നായി വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. തൊലിയിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. കുക്കറിൽ വേവിച്ചുകൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കളറുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളറാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും കൂടി ചേർത്തിട്ട് സ്മൂത്തി തയ്യാറാക്കിയാൽ നല്ലൊരു കളറോട് കൂടിയിട്ടുള്ള സ്മൂത്തി തന്നെയായിരിക്കും കിട്ടുന്നത്. ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ സ്വീറ്റ് പൊട്ടറ്റോൻ്റെയും സ്കിന്നൊന്ന് റിമൂവ് ചെയ്യട്ടെ. ഞാനത് സ്വീറ്റ് പൊട്ടറ്റോൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്തി തയ്യാറാക്കാം. ഞാനിവിടെ ഇപ്പോൾ സ്മൂത്തി തയ്യാറാക്കുമ്പോൾ മധുരത്തിനായിട്ട് ചേർക്കുന്നത് ഡേറ്റ്സ് ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് മധുരമൊക്കെ ഉണ്ടെങ്കിലാണ് അവർ കഴിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഷുഗർ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു സ്മൂത്തി തയ്യാറാക്കുന്നത്. ഈ ഡേറ്റ്സ് ഒരു 2 hours സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി കുതിർന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബദാമാണ്. ഒരു 5 ബദാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ സ്മൂത്തിയിലേക്ക് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 വാൾനട്ടും ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ സ്മൂത്തിയിലേക്ക് ചേർക്കുന്നുണ്ട്. എപ്പോഴും വാൾനട്ടൊക്കെ കഴിക്കുന്ന സമയത്ത് സോക്ക് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. ഞാനിത് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ചേർക്കാം. 2 സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഞാൻ ഒരു സ്മൂത്തിക്ക് വേണ്ടി ചേർക്കുന്നത്. ഇനി നമുക്ക് തൊലി കളഞ്ഞിട്ടുള്ള ബദാം ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയതാണ്. അതുപോലെ ഈ സോക്ക് ചെയ്ത വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വാൾനട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് ബട്ടർ സ്കോച്ച് എസൻസ് ആണ്. ഇതിന് പകരമായിട്ട് എനിക്ക് വാനില എസൻസോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ 2 ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് എസൻസ് ആണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാല് ചേർത്ത ശേഷം അടിച്ചെടുക്കാം. ആദ്യം കുറച്ച് പാല് ചേർത്തൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ബാലൻസ് പാലും ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെത് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാലും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെന്താ നമ്മുടെ ആദ്യത്തെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു സ്മൂത്തി തന്നെയാണ്. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർക്കാം.
ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള സ്മൂത്തി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നത് ചിയ സീഡ് സോക്ക് ചെയ്തതാണ്. ചിയ സീഡോ അല്ലെങ്കിൽ സബ്ജ സീഡോ സോക്ക് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ സ്മൂത്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എനിക്ക് കിട്ടിയ സ്വീറ്റ് പൊട്ടറ്റോ അത്ര മധുരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 4 ഡേറ്റ്സിലേക്ക് ചേർത്തിരിക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോയുടെ മധുരത്തിന് നോക്കിയിട്ട് വേണം ഇതിൽ ഡേറ്റ്സിൻ്റെ അളവ് തീരുമാനിക്കാൻ. നല്ല മധുരമുള്ളതാണെങ്കിൽ പിന്നെ ഡേറ്റ്സ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്മൂത്തിയാണിത്. അപ്പോൾ ബാലൻസ് സ്മൂത്തി ഇതുപോലെ ഞാനൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് അവരെന്നെ എടുത്ത് കുടിച്ചോളും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്മൂത്തിയാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ സ്മൂത്തി. അപ്പോൾ മധുരക്കിഴങ്ങൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഞാനിതിൽ എസൻസ് ചേർത്തുന്നേ ഉള്ളൂ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്തിട്ടോ ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള രണ്ടാമത്തെ സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടി 2 പീസാണ് മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ജാഗറി സിറപ്പാണ്. അതല്ലെങ്കിൽ ഹണി ഉണ്ടെങ്കിൽ ഹണിയും ചേർക്കാവുന്നതാണ്. ജാഗറി സിറപ്പ് 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഓരോരുത്തരും അവരവരുടെ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഈ സ്മൂത്തിയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കാർഡമം പൗഡർ ചേർക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഫ്രഷ് മിൽക്കാണ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് ആൽമണ്ട് മിൽക്ക് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി അടിച്ചെടുക്കാം. വളരെ കുറച്ച് ചേരുവകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്മൂത്തിയാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള സ്മൂത്തി. ഞാനത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാലൻസ് പാലും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അതിനത് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള രണ്ടാമത്തെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതിനത് സെർവിങ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള സ്മൂത്തി ഒഴിക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ഫ്ലേക്സ് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് പംകിൻ സീഡും ചേർക്കാം. ഞാനിത് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന 2 സ്മൂത്തി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അങ്ങനത്തെ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള രണ്ടാമത്തെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.